ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററായ എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന പാഠമാണ്. ഇതിൻ്റെ ഓഥർ ജെറോം കെ ജെറോം. എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്. പ്രിസ്ക്രിപ്ഷൻ മീൻസ് ആൻ ഇൻസ്ട്രക്ഷൻ റിട്ടേൺ ബൈ എ മെഡിക്കൽ പ്രാക്ടീഷണർ. ഒരു ഡോക്ടർ എഴുതി തരുന്ന ഒരു കുറിപ്പടിക്കാണ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന് പറയുന്നത് ജീവിതത്തിന് വേണ്ടിയിട്ട് എഴുതി തന്ന ഒരു കൂട്ടം ഇൻസ്ട്രക്ഷൻസ്, അല്ലെങ്കിൽ ഈ ഓതർ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം ഇൻസ്ട്രക്ഷൻസ്, അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണിത്. I remember going to the British Museum one day to research some sort of illness that I thought might be hay fever. ഇതിലായി എന്ന് പറയുന്നത് ഓതർ തന്നെയാണ്. ഓതർ ഒരു ദിവസം ഓർക്കുകയാണ്, അദ്ദേഹം ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്ക് പോയി രോഗത്തെക്കുറിച്ച് റിസർച്ച് നടത്താൻ വേണ്ടിയിട്ടാണ് പോയത്. അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് കരുതുന്ന ഹേ ഫീവർ എന്ന അസുഖത്തെക്കുറിച്ച് റിസർച്ച് നടത്താനാണ് പോയത്. ഹേ ഫീവർ എന്നാൽ ആൻ അലർജിക് റിയാക്ഷൻ ടു പോളൻ, അതായത് പൂമ്പൊടി അവ മൂലം മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന അലർജിക് റിയാക്ഷനെയാണ് ഹേ ഫീവർ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് അറിയാനായി അദ്ദേഹം അവിടുത്തെ മെഡിക്കൽ എൻസൈക്ലോപീഡിയ എടുത്തു. അതിനുശേഷം ഹേ ഫീവറിനെ കുറിച്ച് വായിച്ചു. ഐ പിക്ഡ് അപ്പ് ദ മെഡിക്കൽ എൻസൈക്ലോപീഡിയ ആൻഡ് റെഡ് ഓൾ അബൌട്ട് ഹേ ഫീവർ. ഐ ഐഡിലി ടേൺഡ് ദ ലീവ്സ് ആൻഡ് ബിഗാൻ ടു ഇൻഡോളൻലി സ്റ്റഡി ഡിസീസസ് ഇൻ ജനറൽ. അദ്ദേഹം ഓരോ പേജും മറിച്ച് നോക്കി. അപ്പോൾ മടിയോടുകൂടി ഓരോ രോഗത്തെക്കുറിച്ചും അദ്ദേഹം അതിനകത്ത് വായിക്കുവാനായിട്ട് തുടങ്ങി. I forget which was the first disease I plunged into. ആദ്യമായിട്ട് ഏത് അസുഖത്തെക്കുറിച്ചാണോ നോക്കാൻ വന്നത് ആ ഒരു കാര്യം തന്നെ അദ്ദേഹം മറന്നുപോയി. Some dreadful disease I know. പിന്നീട് അദ്ദേഹം കുറച്ച് ഡ്രെഡ്ഫുൾ ആയിട്ടുള്ള അസുഖങ്ങളെക്കുറിച്ച് വായിക്കാനായി തുടങ്ങി, മാരകമായ അസുഖങ്ങളെക്കുറിച്ച്. But before I had glanced half down the list of warning symptoms, it dawned upon me that I had all of them. അദ്ദേഹം അസുഖങ്ങളുടെ സിംറ്റംസ്, ലക്ഷണങ്ങളുടെ ഒരു ലിസ്റ്റിൽ കൂടി കടന്നു വന്നു. അപ്പോഴദ്ദേഹത്തിന് മനസ്സിലായി അതിൽ പറഞ്ഞിട്ടുള്ള മിക്കവാറും എല്ലാ അസുഖങ്ങളും അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നി. I sat for a while, frozen with horror, and then in utter despair I again turned over the pages. അദ്ദേഹം കുറച്ചു നേരം അവിടെ ഇരുന്നു. പേടി കൊണ്ട് ദേഹം തണുത്തു. അതിനുശേഷം നിരാശയോടുകൂടി വീണ്ടും പേജുകൾ മറിക്കാനായി തുടങ്ങി. അദ്ദേഹം എത്തിയത് ടൈഫോയിഡ് ഫീവറിലേക്കാണ്. ഐ കെയിം ടു ടൈഫോയിഡ് ഫീവർ, റെഡ് ദ സിംറ്റംസ്, ഡിസ്കവേർഡ് ദാറ്റ് ഐ ഹാഡ് ടൈഫോയിഡ് ഫീവർ ഫോർ മന്ത്സ് വിത്തൗട്ട് നോയിങ് ഇറ്റ്. അദ്ദേഹം ടൈഫോയിഡ് ഫീവർ, അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം വായിച്ചു. ടൈഫോയിഡ് എന്ന് പറയുന്ന ഒരു സീരിയസ് ഇൻഫെക്ഷനാണ്. അപ്പോൾ ആ ലക്ഷണങ്ങളെല്ലാം വായിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി, അല്ലെങ്കിൽ അദ്ദേഹം കണ്ടുപിടിച്ചു, അദ്ദേഹം അറിയാതെ തന്നെ കുറേ മാസങ്ങളായി ടൈഫോയിഡ് ഫീവർ ഉണ്ടായിരുന്നു എന്ന്. Then wondered what else I had got, turned up Senvitis dance, found that I had that too. അടുത്തതായി അദ്ദേഹം അതിശയത്തോടെ അടുത്ത എന്താ രോഗമാണ് അദ്ദേഹത്തിനുള്ളതെന്ന് നോക്കി. വീണ്ടും പേജുകൾ മറിച്ചപ്പോൾ കണ്ടത് സെൻവൈറ്റസ് ഡാൻസ് ആണ്. സെൻവൈറ്റസ് ഡാൻസ് എ ഡിസോർഡർ കോസിങ് ജെർക്കി മൂവ്മെൻറ്റ്സ്, അതായത് പെട്ടെന്നുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്ന ഒരസുഖം, അതായത് ഞെട്ടുന്ന ഒക്കെ പറയും, ആ ഞെട്ടുന്ന അസുഖം, അതിനാണ് സെൻവൈറ്റസ് ഡാൻസ് എന്ന് പറയുന്നത്. അദ്ദേഹം കണ്ടെത്തി അദ്ദേഹത്തിന് ആ രോഗവുമുണ്ട്. ഐ ബിഗാൻ ടു ഗെറ്റ് ഇൻട്രസ്റ്റഡ് ഇൻ മൈ കേസ് ആൻഡ് ഡിസൈഡഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഇറ്റ് തറലി. അദ്ദേഹത്തിൻ്റെ ആ ഒരു കേസിൽ അദ്ദേഹത്തിന് ഒന്നുകൂടി താല്പര്യം തോന്നി. അതിനെ കൂടുതൽ ആഴത്തിൽ പഠിക്കാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. സോ ഐ സ്റ്റാർട്ടഡ് ആൽഫബറ്റിക്കലി. അതുകൊണ്ട് തന്നെ ആൽഫബറ്റിക് ഓർഡറിൽ അദ്ദേഹം ആ പുസ്തകം വായിക്കാനായിട്ട് തുടങ്ങി. റെഡ് അപ്പ് എഗ്യൂ ആൻഡ് ലേൺഡ് ദാറ്റ് ഐ വാസ് സിക്കനിങ് ഫോർ ഇറ്റ്. ആദ്യമായിട്ട് അദ്ദേഹം മനസ്സിലാക്കിയത് മലേറിയയെക്കുറിച്ചാണ്. റെഡ് അപ്പ് എഗ്യൂ, മലേറിയ, ആൻഡ് ലേൺഡ് ദാറ്റ് ഐ വാസ് സിക്കനിങ് ഫോർ ഇറ്റ്. മലേറിയ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് തോന്നി.
ആൻഡ് ദാറ്റ് ദ വേർസ്റ്റ് സ്റ്റേജ് വുഡ് കമൻസ് ഇൻ അബൌട്ട് 2 weeks. 2 ആഴ്ചയ്ക്കകം മാത്രമേ അതിൻ്റെ ഏറ്റവും മോശമായ ഒരു സ്റ്റേജിലേക്ക് എത്തുകയുള്ളൂ. ബ്രൈറ്റ്സ് ഡിസീസ്. ഐ വാസ് റിലീവ്ഡ് ടു ഫൈൻഡ് ഐ ഹാഡ് ഓൺലി ഇൻ എ മൈൽഡ് ഫോം. അടുത്തതായിട്ട് പറയുന്ന അസുഖമാണ് ബ്രൈറ്റ്സ് ഡിസീസ്. കിഡ്നിയെ ബാധിക്കുന്ന സീരിയസ് ഇൻഫെക്ഷനാണത്. അദ്ദേഹത്തിന് തോന്നുകയാണ്, ആശ്വാസം തോന്നി, കാരണം അത് മൈൽഡ് ഫോമിലാണ്, നോട്ട് സിവിയർ, അതായത് സീരിയസ് അല്ലാത്ത രീതിയിൽ ആ രോഗവും അദ്ദേഹത്തിനുണ്ട്. കോളറ ഐ ഹാഡ്. അടുത്തായിട്ട് അദ്ദേഹത്തിന് കോളറ ഉണ്ടെന്ന് മനസ്സിലായി. സ്മാൾ ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന ഒരു രോഗമാണ് കോളറ വിത്ത് സീരിയസ് കോംപ്ലിക്കേഷൻസ്. അതിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഒരുപാട് സങ്കീർണതകളുള്ള ഒരു അസുഖമാണത്. ആൻഡ് ഡിഫ്തീരിയ എന്ന് പറയുന്നത് എ സീരിയസ് ഇൻഫെക്ഷൻ ഓഫ് ദ ത്രോട്ട് ആൻഡ് നോസ്. തൊണ്ടയെയും മൂക്കിനെയും ബാധിക്കുന്ന സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷനാണ് ഡിഫ്തീരിയ ഐ സീംഡ് ടു ഹാവ് ബീൻ ബോൺ വിത്ത്. അദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ ഡിഫ്തീരിയയുമായിട്ടാണ് ജനിച്ചത്. അടുത്തായിട്ട് ഐ കെയർഫുള്ളി വെൻറ്റ് ത്രൂ ഓൾ ദ 26 letters. അങ്ങനെ 26 അക്ഷരങ്ങളിലൂടെയും അദ്ദേഹം കടന്നുപോയി. എൻസൈക്ലോപീഡിയയിൽ 26 അക്ഷരങ്ങളുടെ ഓർഡർ അനുസരിച്ചാണ് രോഗങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 26 അക്ഷരങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി. ആൻഡ് ദ ഓൺലി മാലഡി ഐ കുഡ് കൺക്ലൂഡ് ഐ ഹാഡ് നോട്ട് ഗോട്ട് വാസ് ഹൗസ് മെയ്ഡ്സ് നീ. അദ്ദേഹത്തിന് വരാത്ത ഒരു അസുഖം, മാലഡി മീൻസ് ഡിസീസ്, വരാത്ത ഒരേ ഒരു അസുഖം ഹൗസ് മെയ്ഡ്സ് നീ ആണെന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. ഹൗസ് മെയ്ഡ്സ് നീ എന്ന് പറയുന്നത്, ഹൗസ് മെയ്ഡ്സ് നീ എന്നാൽ മുട്ടുകളിൽ നീര് വരുന്ന അവസ്ഥ, എ സ്വെല്ലിംഗ് ഇൻ ദ നീസ്. ആ ഒരു രോഗം മാത്രം ഇല്ല എന്നൊരു കൺക്ലൂഷനിലേക്ക് അദ്ദേഹം എത്തി.